ഗ്രീഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഓടിച്ച് ഈ ചാപ്റ്റർ ഫുള്ളൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു ക്ലാസ് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് മുൻവർഷ ചോദ്യ പേപ്പറിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഫോഴ്സ് എന്നുള്ള കാര്യമാണ് അല്ലേ. ഫോഴ്സ് നമ്മൾ എന്താണ് എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു മോഷൻ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് നമ്മൾ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ എന്ന യൂണിറ്റിലാണ് നമ്മൾ ഫോഴ്സിനെ അളക്കുന്നത്. ഫോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പോസിറ്റീവ് ഫോഴ്സ് എന്നും നെഗറ്റീവ് ഫോഴ്സ് എന്നും. അപ്പോൾ ഇത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഒരു ഡയറക്ഷനിലോട്ട് കൊടുക്കുന്ന ഫോഴ്സിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് നേരെ എതിർ ദിശയിൽ കൊടുക്കുന്ന ഫോഴ്സിന് എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. അത്രയേ ഉള്ളൂ. അതായത് വലത്തോട്ടുള്ളതിന് ഞാനിപ്പോൾ പ്ലസ് എഫ്, അതായത് +5 എന്ന് എടുക്കുകയാണെങ്കിൽ ഇടത്തോട്ടുള്ളതിന് നമ്മൾ എന്തെടുക്കണം? -5 എന്ന് ന്യൂട്ടൺ എന്ന് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റിനകത്ത് ഒന്നിലധികം ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സുകൾ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അതായത് ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ഇരിക്കുകയെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിലോട്ട് ഞാൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു, ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അതിന് എതിർ ദിശയിലോട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു അല്ലേ. ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? 10 ന്യൂട്ടൺ അടങ്ങുന്ന ഇടത്തോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 5 ന്യൂട്ടൺ പ്ലസ് -10 ന്യൂട്ടൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു -5 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മോർ ദാൻ വൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് ദ സം ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ് ആണെന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആ ഫോഴ്സിന് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. ബാലൻസ്ഡ് ഫോഴ്സ് എന്നും അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നും. ഒരു ഒബ്ജക്റ്റിലൂടെ നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ അല്ലെങ്കിൽ ആ ഫോഴ്സ് ഉണ്ടാക്കുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 എന്ന് വെച്ചാൽ അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന അതേ അളവ് ഫോഴ്സ് തന്നെയാണ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങോട്ട് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഓപ്പോസിറ്റ് ദിശയിൽ ആക്ട് ചെയ്യുന്ന 10 ന്യൂട്ടൺ ആണെങ്കിൽ രണ്ടും കൂടെ എന്ത് ചെയ്തു പോകും? രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്തത് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബാലൻസ്ഡ് ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്താൽ ആ ഒബ്ജക്റ്റ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? മൂവ് ചെയ്യത്തില്ല. അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനോ ഒന്നും ആർക്ക് പറ്റത്തില്ല? ബാലൻസ്ഡ് ഫോഴ്സിന് പറ്റത്തില്ല. സോ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ ഫോഴ്സിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒബ്ജക്റ്റിനെ അനക്കാനോ അനങ്ങുന്ന ഒബ്ജക്റ്റിനെ നിർത്താനോ ദിശ തിരിക്കാനോ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ആർക്ക് പറ്റത്തില്ല? ബാലൻസ്ഡ് ഫോഴ്സിന് പറ്റില്ല. എന്നാൽ അത് പറ്റുന്നൊരു ഫോഴ്സ് ഉണ്ട്. അതാണ് ആര്? അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നോട്ട് 0. അതായത് അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കത്തില്ല. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടണും അതിൻ്റെ എതിർ ദിശയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 7 ന്യൂട്ടണും ആണെങ്കിൽ നമുക്കറിയാം നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? വലത്തോട്ടുള്ളതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു, ഇടത്തോട്ടുള്ളതിനെ ഞാൻ നെഗറ്റീവായിട്ട് എടുത്താൽ എന്ത് പറ്റും? 10 + -7 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 - 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3 ന്യൂട്ടൺ ഫോഴ്സ് എങ്ങോട്ട്? വലത്തോട്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും? വലത്തോട്ട് മൂവ് ചെയ്യും. സോ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സിന് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ മൂവ് ചെയ്ത ഒബ്ജക്റ്റിനെ റെസ്റ്റ് കൊണ്ടുവരാനും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ സ്പീഡ് ചേഞ്ച് ചെയ്യാനോ ആർക്ക് പറ്റും? അൺബാലൻസ്ഡ് ഫോഴ്സിന് പറ്റും. ഇനി ഫോഴ്സ് വീണ്ടും 2 ടൈപ്പ് ഉണ്ടെന്ന് പറയാം, ഇൻറ്റേർണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും. ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഒബ്ജക്റ്റിനകത്ത് നിന്നുകൊണ്ടാണ്. ഫ്രം ദ ഇൻറ്റേർണൽ ഓഫ് ദ ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് ഇൻറ്റേർണൽ ഫോഴ്സ്. ഇനി പുറത്തു നിന്ന് കൊടുത്താൽ അത് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ നോക്കിയോ, പോസിറ്റീവും നെഗറ്റീവും ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ ദിശയനുസരിച്ച്. ബാലൻസ്ഡും അൺബാലൻസ്ഡും എന്താണെന്ന് മനസ്സിലായല്ലോ. ഈക്വൽ ആണെങ്കിൽ അത് ബാലൻസ്ഡ്, അൺഈക്വൽ ആണെങ്കിൽ അത് അൺബാലൻസ്ഡ്. ഇനി ഒബ്ജക്റ്റിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അത് ഇൻറ്റേർണൽ, ഒബ്ജക്റ്റിൻ്റെ പുറത്ത് നിന്നാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അത് എക്സ്റ്റേണൽ. ഇങ്ങനെയാണ് ഫോഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ചലനം കൊണ്ടുവരാൻ പറ്റുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു മോഷൻ കൊണ്ടുവരാനോ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ റെസ്റ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ സ്പീഡ് കൂട്ടാനോ ഒക്കെ പറയുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ പറ്റുന്നത് ആർക്കാണ്? അതെപ്പോഴും ആർക്കാണ്? അൺബാലൻസ്ഡ്. ആർക്കാണ്? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനാണ്. ആർക്കാണ്? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ, അടുത്ത് നമ്മൾ പഠിച്ചത് ഗലീലിയോ പറ്റിയിട്ടാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്കൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് മൂവ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം. അതൊരു ഇത് എല്ലാവർക്കും അറിയാം. പക്ഷേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആ പറയുന്ന മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകാൻ പുറത്തു നിന്നൊരു ഫോഴ്സിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ടെത്തിയ ആളാണ് ആര്, ഗലീലിയോ. അതായത് ഇപ്പോൾ നമ്മളൊരു ബോളിനെ ഉരുട്ടി വിടുന്നു എന്ന് വിചാരിക്കുക, നമ്മുടെ നിത്യജീവിതത്തിൽ എക്സ്പീരിയൻസ് അനുസരിച്ച് ആ ബോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിൽക്കും. പക്ഷേ ഗലീലിയോ പറഞ്ഞത് പുറത്തുനിന്നുള്ള കാറ്റിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ആ ബോൾ നിന്നത്. ആ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നെങ്കിൽ ആ ബോൾ എന്ത് ചെയ്തേനെ, വീണ്ടും ഇങ്ങനെ ഒരു കാലത്ത് നിൽക്കാതെ ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടിരുന്നതെന്നാണ് ആര് പറഞ്ഞത്, ഗലീലിയോ പറഞ്ഞത്. സോ ഗലീലിയോ പറഞ്ഞ മറ്റൊന്നുമല്ല, ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമില്ല. എന്തിന്, ടു മെയിൻറ്റെയിൻ യൂണിഫോം മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ചലിച്ചു പോകാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൈക്കിൾ ടയറൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ള പിള്ളേരാണെങ്കിൽ അല്ലേ, നമ്മൾ സൈക്കിൾ ടയറിന് അറിയാം, ടയർ ഇങ്ങനെയുണ്ട്, ഈ ഉരുണ്ടിരിക്കുന്ന ടയർ. അത് നമ്മൾ കമ്പിട്ട് തട്ടുമ്പോൾ ടയർ എന്ത് ചെയ്യും, മുമ്പോട്ട് ഉരുളും. കുറച്ച് കഴിയുമ്പോൾ സ്ലോ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു തട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനൊരു തട്ട് സത്യത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുവാ, ഇവിടെ റെസിസ്റ്റൻസും ഫ്രിക്ഷനും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു തട്ട് കൊടുക്കുമ്പോൾ തന്നെ ടയർ ഉരുണ്ട് പൊക്കൊണ്ടിരുന്നതിനെ എന്നാണ് ആര് പറഞ്ഞത്, ഗലീലിയോ പ്രൂവ് ചെയ്തത്. അത് ഗലീലിയോ എന്ത് ചെയ്തു, വെറുതെ പറയുക മാത്രമല്ല പ്രൂവ് ചെയ്യുകയും ചെയ്തു. അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഒരു ബോളിന് റോൾ ചെയ്യുന്നു, അത് പല ഭാഗത്തുകളിലൂടെ പോകുന്നു. ഏത് ഭാഗത്തിൽ കൂടെ പോകുമ്പോഴും അത് ആദ്യം നിന്ന് ഇനീഷ്യൽ ഉയരം വരെ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരെ ഉരുട്ടി വിട്ടാൽ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ്ടേ എന്ന് ആര് ചോദിച്ചു, ഗലീലിയോ ചോദിച്ചു. അങ്ങനെ ഗലീലിയോ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റ് ചെയ്തിരിക്കും, മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് നമുക്ക് പുറത്തുനിന്നൊരു ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഇനേർഷ്യ. ദ ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി എന്തിന്, ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ. റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ് ഇരിക്കുക, മോഷൻ ആണെങ്കിൽ മോഷനിലിരിക്കുക. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. ഒരു ഒബ്ജക്റ്റിലുള്ള ഇനേർഷ്യയുടെ അളവെന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, അതിൻ്റെ മാസിന് ഈക്വലായിരിക്കും. അതുകൊണ്ട് ഇനേർഷ്യയുടെ യൂണിറ്റ് ചോദിച്ചാൽ അതെന്താണ്, കിലോഗ്രാം ആണ്. കാരണം മാസ് കൂടിയ വസ്തുവിൻ്റെ ഇനേർഷ്യയും കൂടുതലായിരിക്കും. ഇതേ കാര്യം തന്നെയാണ് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിലും പറഞ്ഞത്. എന്താണ്, എവറി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എവറി ബോഡി എന്ത് ചെയ്യും, കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ അൺടിൽ ആൻഡ് അൺലെസ് എന്താണ്, ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വന്ന് ആക്ട് ചെയ്യുന്നത് വരെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ ഇരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ നിയമത്തിൻ്റെ പേരാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്നും വിളിക്കാറുണ്ട്. ഇനി ഇനേർഷ്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ഇനേർഷ്യ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്, മറ്റൊന്ന് ഇനേർഷ്യ ഓഫ് മോഷനും ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ അത് റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ടെൻഡൻസി കാണിക്കുന്നു. ആ ടെൻഡൻസി വിളിക്കുന്ന പേരാണ് എന്ത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു റിമെയിൻ അറ്റ് ദ റെസ്റ്റ്, അല്ലെ, ടെൻഡൻസി ഓഫ് എൻ ഒബ്ജക്റ്റ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് കോൾഡ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടുത്തെ ഉദാഹരണങ്ങളാണ്, ഇവിടുന്നാണ് ചോദ്യം വരുന്നത്. ബസ് പെട്ടെന്ന് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ആൾക്കാർ പുറകിലോട്ട് വീഴുന്നത്, ഒരു മരച്ചില കുലുക്കുമ്പോൾ അതിൽ നിന്ന് മാങ്ങ താഴേക്ക് വീഴുന്നത്, ബസ്സിൽ നിൽക്കുന്ന ആൾക്കാർ പുറകിലോട്ട് വീഴും ബസ് മുന്നോട്ട് പോകുന്ന സമയത്ത്, ക്യാരംസ് നമ്മൾ കൂട്ടി വെച്ചേക്കുന്നു, സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുമ്പോൾ താഴത്തെ കോയിന് തട്ടുമ്പോൾ മുകളത്തെ കോയിൻ വീഴാതെ താഴേക്ക് തന്നെ വരുന്നത്, പ്ലാസ്റ്റിക് കപ്പ് ഫിൽഡ് വിത്ത് വാട്ടർ, അല്ലേ, നമ്മളൊരു പ്ലാസ്റ്റിക് കപ്പിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഒരു പേപ്പർ വെച്ചിട്ട് ഒരു കോയിൻ വെച്ചിട്ട് തട്ടിയാൽ കോയിൻ അകത്ത് വീഴുന്നു. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. എത്രത്തോളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റുമോ അത്രയും പഠിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് വിടുന്നൊരു ചോദ്യം ഉറപ്പാണ്. ഇനി വരുന്നത് ഇനേർഷ്യ ഓഫ് മോഷനാണ്. സംഭവം എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് റെസ്റ്റ് വരാൻ പറ്റത്തില്ല. എ ബോഡി ഇൻ യൂണിഫോം മോഷൻ കനോട്ട് ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ ബൈ ഇറ്റ്സെൽഫ്, അല്ലെ, സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, പുറത്തുനിന്നൊരു ഫോഴ്സ് വരാതെ, അല്ലെ, ബ്രേക്ക് പിടിക്കാതെ വണ്ടി നിൽക്കത്തില്ല എന്ന് പറയുന്ന പോലെയാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നോക്കിയേ, എന്തായിരിക്കും, നമ്മൾ ബസ് മുക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ബസ് എന്ത് ചെയ്തു, സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ആൾക്കാർ മുന്നിലേക്ക് വീഴുന്നത് ഇത് കാരണമാണ്. ഓക്കെ, നമ്മൾ സൈക്കിളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുക, നമ്മൾ മുന്നോട്ട് തെറിച്ച് വന്ന് വീഴുന്നു സൈക്കിളിൽ പോകുമ്പോൾ, ഇതിൻ്റെ എക്സാമ്പിളാണ്. കാറിന് ബ്രേക്ക് പിടിക്കുക, നമ്മൾ മുന്നോട്ട് വീഴുന്നത്, നമ്മൾ വണ്ടിയിൽ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നമ്മൾ വീഴുന്നത്. ഓക്കെ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിളാണ്. വണ്ടികൾ സീറ്റ് ബെൽറ്റ് കൊടുത്തേക്കുന്നത് എന്തിനാണ്, ഇനേർഷ്യ ഓഫ് മോഷനിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. വണ്ടിയിൽ നമ്മൾ ലഗേജ് വെച്ച് കെട്ടിയിട്ട് ലഗേജ് വെച്ചിട്ട് തന്നെ കയറിട്ട് കെട്ടി വയ്ക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്, ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം, അത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് റെസ്റ്റിനകത്ത് അത് വരും എന്നാലും. ഓക്കെ, ഇനി കാർപ്പറ്റിൽ പൊടി തട്ടുന്നത് എന്താണ്, അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മാക്സിമം എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച് വയ്ക്കണം. ഓക്കെ, ഇനി
ഒരു ഒബ്ജക്റ്റിൽ എത്രത്തോളം ചലനം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂട്ടൺ കൊണ്ടുവന്ന ഒരു പദത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ടേമിൻ്റെ പേരാണ് എന്ത്? മൊമെൻറ്റം. മൊമെൻറ്റത്തിന് നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ടാണ്, എം കൊണ്ടല്ല പി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, അതാണ് എന്ത്? മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെന്ത്? മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മൊമെൻറ്റം ഇനീഷ്യൽ മൊമെൻറ്റം ഒന്നുണ്ട്. അതാണ് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. അതുപോലെ ഫൈനൽ മൊമെൻറ്റം ഒന്നുണ്ട്. എന്താണ് ഫൈനൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒന്നുണ്ട്. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ആണ്. അതായത് എന്താണ്? എം ഇൻറ്റു വി മൈനസ് യു ആണ് എന്ത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതുപോലെ തന്നെ ഇവിടുന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ചോദിക്കും. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? ഒന്നുമില്ല, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സിൽ റേറ്റ് എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബൈ ടൈം എന്നാണ്. എന്താണ്? ബൈ ടൈം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താണ്? എം ഇൻറ്റു വി മൈനസ് യു. അതേ ബൈ ടൈമാണ് എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചുകൊണ്ട് ന്യൂട്ടൺ എന്ത് ചെയ്തു? ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം കൊണ്ടുവന്നു. നിയമത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഒരു ഒബ്ജക്റ്റിന് എത്രത്തോളം ഉണ്ടാവും എന്നത് ആ ഒബ്ജക്റ്റിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ആൻഡ് ദ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അതിൽ വി മൈനസ് യു ബൈ ടി നമ്മൾ എന്തെന്ന് വിളിക്കും? പഠിച്ചിട്ടുണ്ട് അല്ലേ? വി മൈനസ് യു ബൈ ടി എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതാണെന്ത്? ആക്സിലറേഷൻ. സോ നമ്മൾ അതിന് വരും എന്തെന്നും പറയാറുണ്ട്? എം എ എന്നും പറയാറുണ്ട്. അപ്പോൾ ന്യൂട്ടൻ്റെ രണ്ടാം നിയമത്തിന് രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്നും പറയാം. അതുപോലെ തന്നെ എം എ ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്നും പറയാം. ഇവിടെ നിന്നാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ യൂണിറ്റ് ഒക്കെ നമുക്ക് കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വരും, എന്താണ് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഒരു ന്യൂട്ടൺ? നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ് അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു എം എ ആണെങ്കിൽ ഒരു ന്യൂട്ടൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ അതിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഉണ്ടായെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ന്യൂട്ടൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ്? 1 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ഫോഴ്സ് കാരണം ആ ഒബ്ജക്റ്റിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഉണ്ടായെങ്കിൽ അവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആയിരിക്കും. അതാണ് 1 ന്യൂട്ടൺ. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ. അതിൽ ടേംസിനെല്ലാം ഒന്നൊന്ന് കൊടുക്കുക. 1 കിലോഗ്രാം ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ്. 1 ഇൻറ്റു 1 അപ്പോൾ എത്ര കിട്ടും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 1 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഉണ്ടായെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ന്യൂട്ടൺ ആയിരിക്കും എന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ വരുന്നൊരു കാര്യമാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. എന്താണ് ഇമ്പൾസ്? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോഴ്സ് ഇൻറ്റു ടൈം. അതായത് ഒരു വലിയ ഫോഴ്സ്, ലാർജ് ഫോഴ്സ് നമ്മുടെ ഒബ്ജക്റ്റിലോട്ട് ഒരു ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈമിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയും. ഇമ്പൾസിൻ്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു ടൈം. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം. യൂണിറ്റ് ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ടൈമിൻ്റെ സെക്കൻഡ്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ഇവിടെ ഞാൻ ന്യൂട്ടൺ മീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്, തെറ്റിക്കോളം. ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഓക്കെ, എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ആണ് എന്ത്? അവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അങ്ങോട്ട് എഴുതുക, എന്നിട്ട് ഈ ടൈമിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൊമെൻറ്റം, ഇമ്പൾസ് കിട്ടും. ദാറ്റ് ഇസ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു ഇമ്പൾസ് എന്ന് പറയുന്നതാണ് എന്ത്? ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്ന ന്യൂട്ടൻ്റെ മൂന്നാം നിയമം. ഈ ഇമ്പൾസ് മൊമെൻറ്റത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ കുറേ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്, കണ്ടു നോക്കണം. ന്യൂട്ടൻ്റെ തേർഡ് ലോ എല്ലാവർക്കും അറിയാം. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊടുത്താൽ കിട്ടും അല്ലെ? അങ്ങോട്ടൊരു ആക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് റിയാക്ഷൻ ഉണ്ട്. പക്ഷേ ഈ ആക്ഷൻ റിയാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും ക്യാൻസൽ ചെയ്ത് പോകില്ല. ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല? ക്യാൻസൽ ചെയ്ത് പോവില്ല. എന്തുകൊണ്ട്? ഇത് ആക്ട് ചെയ്യുന്നത് ഡിഫറൻറ്റ് ബോഡീസിലാണ്. ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഡിഫറൻറ്റ് ബോഡീസിലായതുകൊണ്ട് ഇതൊരിക്കലും ക്യാൻസൽ ചെയ്ത് പോകത്തില്ല. അങ്ങനൊരു ചോദ്യം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിലും ഒരുപാടുണ്ട്. നല്ല കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഇവിടെ നിന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും അതുപോലെ അഡീഷണൽ ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ എല്ലാ ലിങ്കും ഈ PDF നോട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.